മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ നോമ്പിന്റെ ദിനത്തിൽ എനിക്ക് അല്പസമയ ചിന്തയ്ക്കായി ഇവിടെ ലഭിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഉത്തരം പറയുന്നു. ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യക മറിയയുടെ അടുക്കൽ അയക്കുന്നു. ദൂതൻ മറിയയെ വന്ദനം ചെയ്യുന്നു. തന്റെ ആഗമന ഉദ്ദേശം ദൂതൻ മറിയയെ അറിയിക്കുന്നു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതേ പ്രിയരെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഹോപ്പ്, പ്രത്യാശ, അത് നമ്മെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരാകുവാൻ സഹായിക്കുന്നു. മറിയ പ്രത്യാശയോടെ കാത്തിരുന്നു. വെയിറ്റിംഗ് ഈസ് നോട്ട് ഫോർ എ ഡിസപ്പോയിന്റ്മെന്റ്. വെയിറ്റിംഗ് ഈസ് ഹോളി ആൻഡ് വെയിറ്റിംഗ് ഈസ് വർഷിപ്പ്. കാത്തിരിപ്പ് വിശുദ്ധമായ ആരാധനയാണ്. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. Sometimes clouds waits to heal, to prepare, to strengthen. God's presence is constant. God leads step by step. You will be guided under the providence of God. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം അവന്റെ വരവിനായി. എന്റെയും ചുനക്കര സെന്റ് തോമസ് മർത്തോമ യുവജന സഖ്യത്തിന്റെയും 1000 ക്രിസ്മസ് വർണ്ണരാജികൾ പിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടു